നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന ജനതയുടെ ചോര കുടിച്ചു കൊഴുത്തപ്പോൾ ഇടത് മാടമ്പിക്കാർക്ക് പിന്നാക്കക്കാരോട് പുച്ഛം. AKG സെന്ററിൽ നിന്ന് ചാനൽ ഫ്ലോറിലേക്ക് ചർച്ചയ്ക്കെന്ന പേരിൽ കെട്ടിയിറക്കിയ വാപോയ കോടാലികളിൽ ഒന്നിന്റെ വാമൊഴി വഴക്കത്തിലാണ് പട്ടികജാതിക്കാരായ കമ്മ്യൂണിസ്റ്റ് മുൻ MLA-മാർ BJP-യിൽ ചേർന്നതിന്റെ ചുരുക്കത്രയും ജാതി പുച്ഛമായി പുറത്തു ചാടിയത്. കൊടിപിടിക്കാനും അടികൊള്ളാനും പട്ടിണി കിടക്കാനും അല്ലാതെ മാർക്സിസ്റ്റുകൾക്ക് എന്തിനാണ് അല്ലെങ്കിലും പിന്നാക്കക്കാരൻ? അധികാരത്തിന്റെ തണലിൽ പാർട്ടി ഒരുക്കുന്ന പതുപതുത്ത മെത്തയിൽ മതിച്ചു പുളയ്ക്കുന്ന കുളയട്ടകൾക്ക് വയലേലകളിൽ പണിശാലകളിൽ വിയർപ്പൊഴുക്കുന്നവന്റെ ജീവിതത്തോട് തന്നെ പരിഹാസം തോന്നുന്നത് സ്വാഭാവികമാണ്. ദേവികുളത്ത് S. രാജേന്ദ്രനും വൈക്കത്ത് K. അജിത്തും നാട്ടികയിൽ CC. മുകുന്ദനും BJP-യിൽ ചേർന്നത് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് CPM നേതാവിന്റെ ഉള്ളിൽ കുമിഞ്ഞുകിടന്ന ജാതിവെറി അധിക്ഷേപമായി പുറത്തു ചാടിയത്. ഒരു സമൂഹത്തിന്റെ ആകെ ചുമലിൽ കയറി നിന്ന് വർഗ സംഘർഷത്തിന്റെ രാഷ്ട്രീയം വിളമ്പി ആളായ നേതാക്കളാണ് അവരെ അധിക്ഷേപിക്കുന്നത്. CPM-നുള്ളിൽ പട്ടികജാതി വർഗ വിഭാഗത്തിലെ നേതാക്കൾക്ക് മുന്നോട്ടു പോകാൻ വഴിമുട്ടിയപ്പോഴാണ് പാർട്ടി അവർക്കായി പട്ടികജാതി ക്ഷേമ സമിതി എന്ന ഒന്ന് തുടങ്ങിയത്. പാർട്ടി സെക്രട്ടറിയും PB അംഗവും ഒക്കെ ആകണമെന്ന മോഹങ്ങൾ AK ബാലൻ മുതൽ സോമപ്രസാദ് വരെയുള്ള നേതാക്കന്മാർ അട്ടത്ത് വെച്ചു കെട്ടിയാൽ മതിയെന്ന തിട്ടൂരമാണ് പട്ടികജാതി ക്ഷേമ സമിതിയിലൂടെ അവർ പറയാതെ പറഞ്ഞത്. പരമാവധി പോയാൽ PKS നേതാവാകാം എന്നല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട. അതായത് പാർട്ടി സെക്രട്ടറിയുടെ മെത്ത കണ്ട് പനിക്കണ്ട എന്ന് സാരം. ജീവിതകാലം മുഴുവൻ ജാതി വാൽ പേറുകയും അതിന്റെ ആനുകൂല്യം ആസ്വദിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് CPM-ന്റെ മുൻനിര നേതാക്കളുടേത്. KR ഗൗരിയമ്മയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച ആചാര്യ സഖാവിന്റെ മകൻ മുതൽ AISF പ്രവർത്തകയെ ജാതി പറഞ്ഞ് പുലഭ്യം പറഞ്ഞ് കാലുയർത്തി ചവിട്ടാൻ ഓങ്ങിയ പുത്തൻ കൂറ്റ് ആർപ്പു വിളിക്കാൻ വരെ അതിന്റെ തുടർച്ചയാണ്. പാർട്ടി വിട്ടുപോയവരെ പിന്നാലെ നടന്ന വർഗവഞ്ചകനെന്നും ചെറ്റയെന്നും വിളിക്കുകയാണ് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ. പരനാറിയൻ പ്രയോഗത്തിന്റെ ഇഫക്റ്റിൽ നിന്നും പാഠമൊന്നും ഇനിയും പഠിക്കാതെയാണ് പിന്നെയും കുഴി തോണ്ടാൻ നേതാവ് സ്വയം ഇറങ്ങിയിരിക്കുന്നത്. അടിസ്ഥാനവർഗം ചോര ചൊരിഞ്ഞ് നേടിക്കൊടുത്തതാണ് അധികാരമടക്കമുള്ള സൗഭാഗ്യങ്ങളെന്ന് അവരോർക്കേണ്ടതാണ്. വർഗവഞ്ചകരെന്ന് തികച്ചു വിളിക്കേണ്ട മുതലുകളാണ് മറ്റുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടുന്നത്. തൊഴിലാളി വർഗം അധികാരമേറ്റാൽ അവരായി പിന്നെ അധികാരി വർഗം എന്നത് കവിത മാത്രമല്ല.